എന്താ കളിച്ചോണ്ടിരുന്ന ഊരില്? കളികളോ? ഇതാ ഫുട്ബോൾ കളിച്ചിട്ടുണ്ട്. ഫുട്ബോൾ മറ്റേ വടി എടുത്തിട്ടേ ഈ സാധനമൊക്കെ കളിച്ചിട്ടുണ്ട്. ഇങ്ങനെ അടിച്ചിട്ട് പന്തെടുത്തിട്ട് കുട്ടിങ്കോലോ? കുട്ടിങ്കോലോ അല്ല, കുട്ടിങ്കോൽ കളിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് മറ്റേ ഇത് പന്ത് തുണി കൊണ്ട് ചുറ്റിട്ടേ അതും കളിച്ചിട്ടുണ്ട്. കളിപ്പന്ത്. നമ്മുടെ പഴയ പാട്ടൊക്കെ അറിയോ ചന്ദ്രനെ? പാടണ്ട, അറിയോ? ഒരു പാട് ഒന്ന് പാട്. അത്തിപ്പട്ടേ വെള്ളം പട്ടേ കുടിച്ച് പാട്ടേ ലാലേ 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 ലോ. അത്രേ ഉള്ളൂ. ഈ നമ്മുടെ തന്നെ കളികൾ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? നമ്മളെ ആണുങ്ങളെ കൂടെ ഇങ്ങനെ തള്ളി ഇങ്ങനെ കളിക്കും. എങ്ങനെയാ ഒന്ന് പറയൂ? എങ്ങനെയാ അത് കളിക്കാന്ന് പറയൂ. അതെന്താന്ന് അറിയോ? നമ്മളെ നിങ്ങൾക്ക് എന്താ പറയുന്നതെന്ന് അറിയില്ല. ഞങ്ങള് ഏട്ടന്റെ ഭാര്യ ഇങ്ങനെ വരുമ്പോ ഇങ്ങനെ കുതിച്ചാടും. അപ്പൊ അവിടെ പോയി മുട്ടും. അങ്ങനെയൊക്കെ ഒരു കളിയുണ്ട്. അതെങ്ങനെയാണോ പറയണം? ഞാൻ എനിക്കറിയില്ല, ഒന്ന് പറയണം. അതെങ്ങനെ അറിയോ? ഇപ്പൊ ഏട്ടനല്ലേ, ഏട്ടന്റെ ഭാര്യ അവിടെ നിൽക്കുമ്പോ ഇങ്ങനെ വരും. ഇങ്ങനെ വരും, നമ്മൾ ഇങ്ങനെ തട്ടുന്നത്. അങ്ങനെയൊക്കെ രസകരമായ ഒരു കളിയാണ്. അപ്പൊ എന്തായാലും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയൊക്കെ ചെയ്യും? ഒന്നുമില്ല, ഒന്നും പറയില്ല. അത് സന്തോഷമായിട്ട് അത് ഈ ഗ്രൗണ്ടിൽ വെച്ചാൽ നമ്മൾ ചെയ്യാറ്. ഇപ്പൊ ഒന്നും അങ്ങനത്തെ കളിയൊക്കെ ഉണ്ട്, പക്ഷെ അങ്ങനെ കളിക്കാറില്ല. പക്ഷിയെ പിടിക്കാതെ പോകാറ്? പക്ഷിയെ പിടിക്കാറോ? പക്ഷിയെ പിടിക്കുന്നത് അങ്ങനത്തെ ഇതൊക്കെ ഇപ്പോഴത്തെ അല്ലടാ. കുഴലും കൊണ്ട് കുഴൽ വെടി, സാരൽ എന്താ ನಮ್ಮ ದುಪ್ಪೆ വെടി, സാരൽ എന്താ ഓടെ കൊണ്ടിച്ച് പക്കിസുണ്ടാടെ അതല്ല ആർപ്പ് അല്ല മുന്നുക്കോ വലിയ മുന്നുക്കല്ല. കഴിഞ്ഞ പിന്നീട് സീസൺ ഇപ്പൊ തുടങ്ങും. ഇപ്പൊ തുടങ്ങും. അതേ മാഷെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ പണ്ട് ചെറുക്കന്മാരില്ല ഞങ്ങളൊക്കെ ചെയ്തിരുന്നു. ഇപ്പൊ ഇല്ല, ഇപ്പോഴത്തെ കണക്കൂട്ടുണ്ടാകും. മുന്നൊക്കെ ഇപ്പൊക്കെ ഗ്രൗണ്ടിലൊക്കെ ആൾക്കാരുണ്ട്, ചെക്കന്മാരൊക്കെ. നീ പഠിക്കാനായിട്ട് പോയിട്ടുള്ള സ്ഥലം എവിടെയാ? പഠിക്കാനൊക്കെ കൊല്ലം, മുക്കാലി. അവിടെയൊക്കെ അവിടുത്തെ പഠനം പിന്നെ ഉണ്ടോ? ശരിക്കും അവിടെ പോയി നിന്ന് പഠിക്കണാണോ? കൊല്ലത്തില് പോയി പഠിത്തമൊക്കെ ശരിയാ. അവിടെയൊക്കെ എങ്ങനെയാ നിങ്ങളോടുള്ള ഇടപെടൽ എങ്ങനെയാ? ആദിവാസികളാന്നുള്ളൊരു ചിന്തയുണ്ടോ? അവർക്കൊരു തോന്നലുണ്ടോ? ST എന്നുള്ള ഇതേ ഉള്ളൂ, ആദിവാസി ഒന്നും അവർക്കറിയാവോ ആദിവാസികളാണ് നിങ്ങളെന്നറിയാവോ? അപ്പൊ ST അതെന്താന്നാണ് അവരുടെ ഒരു ധാരണ? എന്താണെന്ന് എന്ന് പറയുമ്പോൾ സാധാരണ മനുഷ്യരല്ലേ എന്നുള്ള, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേകിച്ച് അവര് അങ്ങനെ ഒരു ലേശം ഇത് STകൾക്ക് വേണമെങ്കിൽ വേറെ ഇതുണ്ട്. എങ്ങനെ എന്താന്ന് പറയാ, ഇത് എല്ലാം ഫ്രീയാ. പക്ഷെ രാവിലെയും കഞ്ഞി, വൈകിട്ടും കഞ്ഞി, ഉച്ചക്ക് ചോറ്. അതായിട്ട് വേറെ എന്താന്ന് അറിയില്ല. മറ്റു കുട്ടികൾ നിങ്ങളോടുള്ള മനോഭാവം എന്താണ്? നിങ്ങളോട് മറ്റു കുട്ടികൾ ഒരുമിച്ച് കൂട്ടാറുണ്ടോ? ഒന്നിച്ച് കുടിക്കാം, അതൊക്കെ കൂടാറുണ്ട്. നല്ല സ്നേഹം. ഞാന് മറ്റു കുട്ടികളുടെ കൂടിട്ടാ പഠിച്ചത്. അതുപോലെ എനിക്ക് ഇത് പക്ഷെ എന്നിട്ട് നിനക്ക് അതിലൊരു മാറ്റം വന്നില്ലല്ലോ. അതാണ് ഇപ്പൊ ഞാൻ കേൾക്കുന്നത്. ഞാൻ ഇവിടെ വന്നിട്ടില്ല ഇങ്ങനെ, അതല്ലേ പറഞ്ഞത്. എത്ര വരെ പഠിച്ചായിരുന്നു നീ? എത്ര വരെ പഠിച്ചായിരുന്നു? 10 വരെ പോയി. 10 പാസ്സായണോ? പാസ്സായത് ഞാൻ തന്നെ വേണ്ടത് വണ്ടി. എന്ത് പറ്റിയിടാ? ഡ്യൂട്ടി വണ്ടി ഓടി എനിക്ക് ശരിയാവില്ല. പഠിത്തം ശരിയാവില്ലേ? അല്ല, പഠിത്തല്ല. എന്നെ അവിടെ ഇത് ഇവിടെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞത് ഞാൻ വേണ്ടെന്ന് വെച്ചു. എവിടെ? കോട്ടയം. അതെന്താ പിന്നെ വേണ്ടെന്ന് വെച്ചത്? ഞാനില്ല. അതെന്താണ്? സാറിനെ പരിചയിക്കുമ്പോ അപ്പൊ തന്നെ ഞാൻ വിചാരിച്ചു ഡ്യൂട്ടിയിലേക്ക് കയറാന്ന് വിചാരിച്ചു. അപ്പൊ വേറെ സംഭവം ഉണ്ടായി, അതിനാ പറയുന്നില്ല. ഈ മല പല ഭാഗങ്ങളും
ആ ചുടുകാട് ചുടുകാട് കത്തിക്കുകയാണോ? അതന്നെ കുഴിച്ചിടാൻ. ഇത് മൊത്തം അതാണ്. ഉം. പൊട്ടിയോ? ആ ഇവിടെ ഒരു അമ്പലം പണിയാനുള്ള പരിപാടി ഉണ്ടായിരുന്നു. ആ, ആ. അതിന്റെ കല്ലുകളെല്ലാം കൊത്തിയുണ്ടല്ലോ, നല്ല ചിത്രപ്പണികൾ. ഇത് അച്ഛൻ, ഇതാ ഞാൻ രാജേഷ്. ഇവന്റെ മൂത്ത ഒരാളും കൂടെ ഉണ്ട് എന്റെ കൂടെ. ഉം, ഉം, ഉം. ഇത് അമ്മ ഇവിടെ ഇരിക്കുന്നു. എന്നാ പറ്റി കരയുന്നേ? ഒന്ന് പിടിച്ചോളൂ. ഇവരുടെ എന്നാ പറ്റി കരയുന്നേ? ഇവൻ രാജേഷ് ഇന്നെന്നാ സ്കൂളിൽ വരാഞ്ഞേ? ഇവിടെ വെച്ച് ഇത് സ്കൂള് മാഷിന്റെ അവിടെ അങ്ങനെയുള്ള താല്പര്യം ഇല്ല എന്നാണ് പറയുന്നത് ചെക്കന്മാര്. എന്റെ അയാളുടെ ഭാഗത്ത് സാറേ പറയുന്ന മാത് കേട്ടോ. എനിക്കറിയാമല്ലോ ഇവനെ ഇയാളുടെ കാര്യം ഒന്നും നിങ്ങളെ